ഏവർക്കും സ്നേക് പാർക്കിലേക്ക് സ്വാഗതം. പാമ്പ് കൊത്തടാ. ഞങ്ങൾ ആദ്യത്രക്കാരാടാ. ഇത് എന്റെ മാമയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹലോ ഗൈസ്, ഉയരം കൂടുതലിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പേടികളായിട്ടാണ് പാമ്പുകൾ. സോ ഇന്നത്തെ വ്ളോഗ് ഈ പാമ്പുകളുടെ കൂടെയാണ്. പാലക്കാട് എണ്ണ ചൂടാന്ന് വെച്ചിട്ടാ, അതുകൊണ്ടാണ് ചട്ടിന്ന് വെള്ളം കുടിക്കുന്ന പാമ്പിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. എന്തായാലും പിന്നെ ഞങ്ങൾ കണ്ടത് ദോശപ്പാമ്പെന്ന് തെറ്റ് കാഴ്ച ദേശാം പാമ്പിനെയായിരുന്നു. സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി, പാമ്പ് ഷെൽഫിലാണുള്ളത്. അങ്ങനെ ഇവനൊക്കെ കണ്ട ശേഷം നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോയത് മലമ്പാമ്പനെയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കാണാൻ കൊള്ളാമെങ്കിലും ആൾ ഉച്ചമയക്കത്തിലായിരുന്നു. സോ നമ്മളധികം ഡിസ്റ്റർബ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ മലമ്പാമ്പിനെ കണ്ട ശേഷം ഞങ്ങൾ പോയത് ഈ പ്ലേസിലെ വിഷയ സ്ഥലത്തേക്കാണ്. ഇത് പറയാൻ കാരണം, ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് ഫുട്ബോൾ കളിക്കാൻ പിള്ളേർ ഗ്രൗണ്ടിൽ വന്ന പോലെയാണ് ഈ കേസിൻ്റെ ഉള്ള പാമ്പുകളെ കാണാൻ. ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് അടി കൂടുന്ന 2 പാമ്പുകളെയാണ്. അങ്ങനെ പാമ്പുകളുടെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വ്ളോഗ് എടുക്കണ കണ്ടിട്ട് ഒരു പാമ്പാശാൻ നമ്മളെ വീഡിയോയ്ക്ക് ഹായ് പറയാൻ വന്നത്. സോ നമ്മൾ വിട്ടില്ല, അതിനെ അങ്ങ് ഫോക്കസ് ചെയ്തു. ഇനി നമ്മൾ കാരണം അത് ഫേമസ് ആവാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചു. ഈ പാമ്പിൻ്റെ ഷോ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്. മറ്റു പാമ്പുകളും ഇത് കണ്ടിട്ട് ഈഗോയാവുന്നുണ്ട്. വെറുതെ ഇങ്ങനെ പാമ്പുകളുടെ ഇടയിൽ ഒരു ഈഗോ എന്ന് വെച്ചിട്ട് അവനെയും കൂടി ഫോക്കസ് ചെയ്തു. അപ്പോൾ അത് മെയിൻ ആവാൻ വേണ്ടി വേറൊരു പുള്ളിക്കാരൻ പോലീസ് എനിക്ക് എടുക്കാനുള്ള പാമ്പാ തോന്നുന്നുണ്ട്. ഇഴച്ചില പോസ്റ്റിന്റെ മുകളിൽ. നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണോ കിടന്നുറങ്ങാറ്? ഞാനങ്ങനെയല്ല. പക്ഷേ ഈ കിടക്കണ മുതല അതിനൊരു ഉദാത്ത മാതൃകയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം വയറ് നിറഞ്ഞ് ഉച്ചമയക്കത്തിന് കിടക്കുന്ന ആരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. സോ ഞങ്ങൾ അടുത്ത ട്രാക്കിലേക്ക് പോയി അടുത്ത പാമ്പുകളെ വിസിറ്റ് ചെയ്യാൻ. അടുത്ത പാമ്പാണ് വൈൻ സ്നേക്ക് അല്ലെങ്കിൽ പച്ചോല പാമ്പ്. കൂടുതൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ബാഹുബലി ഫസ്റ്റ് പാർട്ടിൽ തമ്മനയുടെ മേത്ത് കയറി കണ്ണും നോക്കിയിരുന്നതാണ് ഈ പാമ്പ്. ഈ പാമ്പല്ലാട്ടോ, ആ പാമ്പിൻ്റെ കസിനായിരിക്കും ഈ പാമ്പ്. ആൻഡ് അമ്മയ്ക്ക് അതിനെ ഇഷ്ടമായെന്ന് തോന്നുന്നു. ആൻഡ് അടുത്ത നമ്മൾ കണ്ടത് പാരമ്പര്യം പൈതൃകമായ ആമി മൊയിലും കഥകളിലെ ആമയുടെ ഏതോ ഒരു ബന്ധുക്കളിലെയാണ്. നമ്മൾ വ്ളോഗിൽ ആദ്യം കണ്ടില്ലേ ഒരു മലമ്പാമ്പ്, അതിൻ്റെ ബന്ധുവായിരിക്കാം ഇതിൽ കിടന്നുറങ്ങുന്നത്. എന്തായാലും ഈ മലമ്പാമ്പിനെ എടുക്കാൻ ഇത്രയും വലിയ മരം എന്തായാലേ. മലമ്പാമ്പിനെ കണ്ടിട്ട് ത്രില്ലായിട്ടാണെന്ന് തോന്നുന്നു അമ്മ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കണ വരിയിലേക്ക് ഇടിച്ചു കയറി ചെല്ല പോലെയാണ് അമ്മ പോയത്. വേറെ ആരിനെ കാണാനാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പാമ്പിനെ കാണാൻ. ആരാന്ന് വെച്ചിട്ടാ? നമ്മുടെ രാജവെമ്പാലയ്ക്ക് എന്തോരം ഫാൻസാന്ന് വെച്ചിട്ടാ? മുന്നിൽ കൂടെ കടന്നു പോകുന്നവരെല്ലാവരെയും നോക്കുന്നുണ്ട് കേട്ടോ പുള്ളി. നമ്മളെയും കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ വീഡിയോയിലൊക്കെ വരുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് പരിചയപ്പെടാനൊക്കെ വന്നു. ഏറ്റവും വലിയ പാമ്പൊക്കെയാന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇന്ത്യയിലൊക്കെ ഒരു ഐറ്റം കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പാടെ ഹൈറ്റിൽ അങ്ങോട്ട് പൊന്തിയില്ലേ, പിന്നെ അങ്ങോട്ടൊരു വീഴലായിരുന്നു. തല ഇറങ്ങിയ പോലെ. തനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് ഉള്ളിൽ വിഷാദം നിറച്ചുകൊണ്ട് ആ പാമ്പ് പോയത്. ഒന്ന് നോക്കിക്കേ, പണ്ടത്തെ നോക്കിയ ഫോണിൽ ആപ്പിൾ തിന്നാൻ വരുന്ന പാമ്പിനെ പോലെയല്ലേ ഇപ്പൊ കാണാൻ. അവിടെ ഇവിടെയും സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് പാമ്പിന്റെ സ്വന്തം വാലിന്റെ അടിയിൽ കൂടെ കഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ കാണിച്ച് രാജവെമ്പാല പറയാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടാ, ഏത് റിസ്കിലൂടെയാണെങ്കിലും നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പോലും പാമ്പിന് വരെ ഈസി. പിന്നീട് കണ്ട കാഴ്ച മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷ് വീണ പോലെയായിരുന്നു ഈ കുട്ടി പാമ്പിനെ വിളിച്ചത്. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പാമ്പുകൾ അവരുടെ വഴിക്ക് ജീവിച്ചു പോയിക്കോട്ടെ, നമ്മളായിട്ട് അതിനെ ഉപദ്രവിക്കാൻ പോകരുത്. ഈ സ്പോട്ട് വരുന്നത് മലമ്പുഴ ഡാമിന് തൊട്ടടുത്തുള്ള സ്നേക്ക് റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ്. നിങ്ങളും പാമ്പ് പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.